സ്ത്രീധനവും. തിരുവനന്തപുരത്താണ് ശ്രീകാര്യം സ്വദേശിയായ യുവതിയെ ഭർതൃവീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയതിൽ ഗാർഹിക പീഡന ആരോപണവുമായി കുടുംബം രംഗത്തുവരുന്നത്. വിവാഹശേഷം തുടർച്ചയായി ജാതി അധിക്ഷേപവും മാനസിക ശാരീരിക പീഡനവും നേരിട്ടിരുന്നുവെന്ന് കാവ്യയുടെ അമ്മയും സഹോദരനും റിപ്പോർട്ടറിനോട് വെളിപ്പെടുത്തി. മലയൻകീഴ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഗോകുൽനാഥ് ഈ വാർത്തയുടെ വിവരങ്ങൾ നൽകും. ഗോകുൽ, ഓരോ തവണ ഇത്തരത്തിലുള്ള സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, തുടർന്നുണ്ടാവുന്ന കൊലപാതകം, ആത്മഹത്യ, മരണം ഇതൊക്കെ സംഭവിക്കുമ്പോൾ ഇനി ഇത്തരത്തിലൊന്നും ആവർത്തിക്കരുതേ എന്ന് നമ്മൾ ആഗ്രഹിക്കും, അത്തരത്തിൽ പ്രതീക്ഷിക്കുകയും ചെയ്യും. പക്ഷെ വീണ്ടും വീണ്ടും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുകയാണ്. കാവ്യയ്ക്ക് എന്താണ് സംഭവിച്ചത് ഗോകുൽ? തിരുവനന്തപുരം ശ്രീകാര്യത്ത് ഭർതൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയതിലാണ് ഗാർഹിക പീഡന ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് ഇപ്പോൾ യുവതിയുടെ കുടുംബം എന്നുള്ളതാണ്. ഭർതൃവീട്ടിൽ നിന്ന് ജാതി അധിക്ഷേപം അടക്കം യുവതി നേരിട്ടതായിട്ടാണ് പെൺകുട്ടിയുടെ കുടുംബം ഈ പരാതിയായി പറയുന്നത്. തുടർച്ചയായി ഭർത്താവിന്റെ വീട്ടിൽ നിന്ന് ശാരീരിക മാനസിക പീഡനം ഉണ്ടാവുകയും അതേ തുടർന്ന് മാനസിക പിരിമുറുക്കം പെൺകുട്ടിയെ ഉണ്ടായിരുന്നതുമായിട്ടുമാണ് പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതിയിൽ ഇപ്പോൾ നിലവിൽ പറയുന്നത്. അങ്ങനെ പരാതി അവർ നൽകിയിട്ടുമുണ്ട്. 8 വർഷം മുൻപാണ് ഈ മലയൻകീഴ് സ്വദേശിയായ വിഷ്ണുവും കാവ്യയും വിവാഹം കഴിച്ചത്. ഇരുവരുടെയും പ്രണയ വിവാഹമായിരുന്നു എന്നുള്ളതാണ്. SSC വിഭാഗത്തിൽപ്പെട്ട കാവ്യയെ വിവാഹം കഴിഞ്ഞ സമയം മുതൽ തന്നെ ജാതി പറഞ്ഞും സ്ത്രീധനം നൽകിയില്ലെന്ന് ആരോപിച്ചും കുടുംബം പീഡിപ്പിച്ചിരുന്നു എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആരോപണം. കാവ്യയുടെ മരണം സംഭവിക്കുന്നത് തലേദിവസം തന്നെ ചിക്കൻ കറി കൂടുതൽ കഴിച്ചതിന്റെ പേരിൽ യുവതിയെ വഴക്ക് പറയുകയും തുടർന്ന് പെൺകുട്ടി മുറിയിൽ കുളിമുറിയിൽ ഇരുന്നുകൊണ്ട് ഇക്കാര്യം ഫോണിൽ വിളിച്ച് കുടുംബത്തെ അറിയിച്ചു എന്നുള്ളതാണ് അമ്മ ശാന്ത റിപ്പോർട്ടിനോടക്കം പറയുകയും ചെയ്തത്. അതിനുശേഷമാണ് ഈ ആത്മഹത്യ നടക്കുന്നത്. കാവ്യയുടെ മരണവുമായി ബന്ധപ്പെട്ട കുടുംബത്തിന്റെ ഈ ആരോപണങ്ങൾ നിലവിൽ മലയൻകീഴ് പോലീസ് പരിശോധിച്ച് വരികയാണെന്നുള്ളതാണ്. ഇന്നലെയാണ് ഭർതൃവീട്ടിലെ ജനൽ കമ്പിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കാവ്യയെ കണ്ടെത്തുന്നത്. തുടർന്ന് മെഡിക്കൽ കോളേജിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ ആയിട്ട് മൃതദേഹം മാറ്റിയിരിക്കുകയാണ്. ഇതിനുശേഷം ഈ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്താലും ഈ മലയൻകീഴ് പോലീസ് ഇപ്പോൾ വിഷയം അന്വേഷിച്ചു വരികയാണ്. കുടുംബത്തിന്റെ ഭാഗത്തു നിന്ന് ഈ പീഡനമടക്കം ഉണ്ടായിട്ടുണ്ടോ, ജാതി അധിക്ഷേപം ഉണ്ടായിട്ടുണ്ടോ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ നിലവിൽ പോലീസ് അന്വേഷിച്ചു വരികയാണ്. എന്നാലും കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ പെൺകുട്ടി മരണത്തിന് മരിക്കുന്നതിന് മുന്നോടിയായി കുട്ടിക്ക് കുറുക്കു നൽകാനെന്നുള്ള വിധത്തിലാണ് മുറിയിലേക്ക് കയറുകയും തുടർന്ന് ജനലിലെ കമ്പിയിൽ തൂങ്ങി മരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നുള്ളൂ. എന്തായാലും മലയൻകീഴ് പോലീസ് നിലവിൽ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ്. ഷിഹാസ്. ശരി ഗോകുൽ, എത്രയൊക്കെ പുരോഗമിച്ചു എന്ന് പറഞ്ഞാലും ഇപ്പോഴും ഈ ജാതി പീഡനം, സ്ത്രീധന പീഡനം, ഗാർഹിക പീഡനം, തുടർന്നുണ്ടാവുന്ന ആത്മഹത്യയും കൊലപാതകവും ഒക്കെ നമ്മുടെ നാട്ടിൽ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. വലിയ നാണക്കേടും ബുദ്ധിമുട്ടും പ്രയാസവും ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ്.